ജംഷീർ കൊടിഞ്ഞി തുടരുന്നുണ്ട്. ജംഷീർ, അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. അതിനപ്പുറത്തേക്ക് ജംഷീർ, ഒരു തെരഞ്ഞെടുപ്പ് വേളയിലാണ് ഈ മാറ്റം എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കൊടുവള്ളിയിൽ ഇത്തവണ അദ്ദേഹം വീണ്ടും സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു നേരത്തെ? അജിൽസി, നേരത്തെ അദ്ദേഹം സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് അദ്ദേഹം തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ പാണക്കാട് സാദിഖലി ശബ്ദങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി ഇവിടെ എത്തിയിരിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നൽകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഈ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വത്തിൽ അദ്ദേഹത്തെ ലീഗിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളൊക്കെ നേരത്തെ തന്നെ നടത്തിയിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം ആണ് ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ലീഗിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിൽ അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനായി വരികയാണ്. ഇതാ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കാം. ഇടതുപാളയം വിട്ടെത്തിയ കാരാട്ട് റസാക്ക മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തിരിക്കുന്നു. അദ്ദേഹം പാണക്കാടെത്തി സാദിഖലി തങ്ങളിൽ നിന്ന് അംഗത്വം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇനി മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായി തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് വേളയിലെ ഒരു രാഷ്ട്രീയ കൗതുകം. അതിനുപരി അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നത് CPM-ന് കൊടുവള്ളിയിലടക്കം ഏതു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ചോദ്യങ്ങളുമുണ്ട്. അത് ലീഗിന് എന്തായാലും കാരാട്ട് റസാക്ക് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ നേട്ടം കൊടുവള്ളി ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് കാരാട്ട് റസാഖിന്റെ മനസ്സിൽ? എന്തുകൊണ്ടിപ്പോൾ നേരത്തെ അടക്കം മുന്നണിക്കുള്ളിൽ, അതായത് പാർട്ടിക്കകത്ത് CPM-നകത്തുള്ള പല കാര്യങ്ങളെയും പരസ്യമായി തന്നെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ പാർട്ടി വിടാനുള്ള പെട്ടെന്നുള്ള നീക്കത്തിലേക്ക് നയിച്ച സാഹചര്യം അടക്കം അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലൊരു വിശദീകരണം ഉണ്ടാകും. പാണക്കാട് അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചതുകൊണ്ടായിരിക്കണം മുതിർന്ന നേതാക്കൾ MK മുനീർ അടക്കമുള്ള നേതാക്കളെയൊക്കെ പാണക്കാട് കാണാനുമുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് അംഗത്വം നൽകുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി, സാദിഖലി തങ്ങൾ, MK മുനീർ തുടങ്ങിയ നേതാക്കളൊക്കെ അദ്ദേഹത്തിനൊപ്പം തന്നെയുണ്ട്. ഇനിയിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഇനി പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് നിലവിൽ ഇടതു മുന്നണി വിട്ട് വീണ്ടും ലീഗ് പാളയത്തിലേക്ക് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്.
യെസ്, മാധ്യമങ്ങളെ കാണാനുള്ള ഒരുക്കത്തിലാണ്. അല്പസമയത്തിനകം തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. അതിൽ സാദിഖ് അലി തങ്ങളായിരിക്കും ആദ്യം സംസാരിക്കുക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കൂടിയുണ്ട്. കാരാട്ട് റസാഖ് ഇന്ന് എത്തുമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെയൊക്കെ സാന്നിധ്യം പാണക്കാട് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. കുഞ്ഞാലിക്കുട്ടിയും കാരാട്ട് റസാഖും ഒക്കെ 10 വർഷം മുൻപ് നല്ല അടുപ്പമുള്ള കുഞ്ഞാലിക്കുട്ടിക്കായി പല കാര്യങ്ങളിലും മുൻനിരയിൽ നിന്നൊരു നേതാവ് കൂടിയായിരുന്നു. യെസ്, അപ്പോൾ മെമ്പർഷിപ്പ് കൈമാറുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. മുസ്ലിം ലീഗ് അംഗത്വം അദ്ദേഹത്തിന് സാദിഖ് അലി തങ്ങൾ നൽകി. മുസ്ലിം ലീഗിലേക്ക് അദ്ദേഹത്തെ വീണ്ടും സ്വാഗതം ചെയ്തിരിക്കുകയാണ് പാണക്കാട് കുടുംബം. ഒരു കാലത്ത് പാണക്കാട് കുടുംബത്തിലേക്ക് സ്ഥിരം സന്ദർശകനായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത അനുയായിയായിരുന്ന കാരാട്ട് റസാഖ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു, ലീഗിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. CPM സ്വതന്ത്രനായി കൊടുവള്ളിയിലടക്കം മത്സരിച്ച് വിജയം നേടിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാരാട്ട് റസാഖിന്റെ മടങ്ങി വരവ് അത് ലീഗിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കൊടുവള്ളിയിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് കാരാട്ട് റസാഖ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാലത്ത് പാർട്ടി വിട്ട് CPM വിട്ട് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്രത്തോളം വലിയ തിരിച്ചടി മറുവശത്തുണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഏത് സാഹചര്യത്തിലാണ് നിലവിൽ CPM വിട്ട് വീണ്ടും ലീഗ് പാളയത്തിലേക്ക് മടങ്ങാനുള്ള തീരുമാനമെന്നുകൂടി അദ്ദേഹം ഔദ്യോഗികമായി പ്രതികരിക്കും.